നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മീനില്ലാത്തൊരു ഭക്ഷണശീലം മലയാളിക്ക് സങ്കല്പിക്കാൻ പോലുമാവില്ല. എന്നിട്ടും നമ്മുടെ അടുക്കളയിൽ വേവുന്ന മീനിന്റെ ഗുണനിലവാരം അളക്കാൻ നമുക്ക് യാതൊരു സംവിധാനങ്ങളുമില്ല. ദേശീയ ശരാശരിയുടെ 4 ഇരട്ടിയാണ് മലയാളിയുടെ മീൻ ഉപയോഗം. ഇത് മനസ്സിലാക്കി ലാഭം മാത്രം കൊയ്യുന്നതിന് വേണ്ടി ഇടനിലക്കാരായ കച്ചവടക്കാരാണ് മത്സ്യത്തിൽ മായം ചേർക്കുന്നത്. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നു വിഷം തിന്നുന്ന മലയാളി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് സുഗതൻ, മത്സ്യ വ്യാപാരിയും എക്സ്പോർട്ടറുമായിട്ടുള്ള മിസ്റ്റർ മന്മഥൻ. അതെ, മത്തി മന്മഥൻ. അതെ, മത്തി മന്മഥൻ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥ ശ്രീമതി മണ്ടോദരി. വിഷം ചേർത്ത മീൻകറി പടച്ചോന്റെ അത്ഭുത പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിച്ച പാവം കോയ മിസ്റ്റർ മന്മഥൻ. മത്സ്യ കച്ചവടക്കാരനായ താങ്കളോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. 400-500 ടൺ മത്സ്യം കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്ന മംഗലാപുരം തുറമുഖത്ത് ഒരു ദിവസം രാവിലെ നടക്കുന്നത് 5-6 കോടിയുടെ മത്സ്യ കച്ചവടമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മത്സ്യം ശുദ്ധമായതാണോ അതോ മായം ചേർത്തതാണോ? സത്യശീല, ചുമ്മാ വെടിവായ്ത്തരങ്ങൾ പറയല്ലേ. ഇത് ആളുകൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. ഈ 500-600 ടണ്ണ് മീൻ പിടിച്ചിട്ട് അതിൽ വിഷം ചേർക്കാൻ ഞങ്ങൾക്ക് എന്തൊരു പ്രാന്തുണ്ടോ? ഈ വിഷക്കുളം വാങ്ങിച്ചതിൽ ചേർക്കാനുള്ള പൈസ ആരും നിങ്ങൾ തരുമോ? പിന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് കുറച്ച് നാൾ മുമ്പ് കോഴികൾക്കായിരുന്നു തീനം. അങ്ങനെ കോഴികൾ തിന്നാതെ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കറിയിലാണ് തീനമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകൾ പച്ചക്കറി തിന്നാതെയായി. പച്ചക്കറികൾ കൃഷികൾ തുടങ്ങി വീടുകളിൽ. ഇനിയിപ്പോൾ അടുത്ത മീനുകളിലായി. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലുള്ള മീൻ ഉപയോഗിക്കുന്ന ആളുകളെ കഞ്ഞിപിടി മുട്ടിക്കണം. അപ്പോൾ മത്സ്യം കേടുവരാതിരിക്കാൻ വേണ്ടി രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് അനിയാ സത്യശീല. എനിക്ക് ചേട്ടനൊന്നുമില്ല, പറഞ്ഞു. എന്നാ അളിയാ സത്യശീല, അതായത് നമ്മളെ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ബോട്ട് തിരിച്ചു വരും. ചിലപ്പോൾ ദിവസങ്ങൾ കൂടുതൽ എടുത്തുന്നിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് ചെറു വ്യാപാരികളെ ഏൽപ്പിച്ച് ഇത് വിറ്റ് തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനിടയ്ക്ക് ഈ മായം ചേർക്കാനുള്ള സമയം എവിടെ കിട്ടും? കണ്ണട ചിരിട്ടാകരുത് മിസ്റ്റർ മന്മഥൻ. കണ്ണട നമുക്ക് തിരിച്ചു വരാം മിസ്റ്റർ സുഗതൻ. ഇത് തിരിച്ചു വരാൻ ഇത് ബോട്ടാ കടലിൽ പോയി തിരിച്ചു വരാൻ. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയും മിസ്റ്റർ സുഗതൻ. എന്നെ പറയാൻ സമ്മതിക്കും, ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. മന്മഥൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതിപ്പോ നിങ്ങൾ ഈ നേരത്തെ സംസാരിച്ചല്ലോ, ഈ ചാള മന്മഥൻ. അതെ സാറേ, ചാളയല്ല, മത്തിയാ കേട്ടോ. മത്തിയാണ്. എനിക്കിപ്പോ ഈ മത്തിയായാലും ചാളയായാലും മന്മഥനായാലും ഒന്നുമല്ലേ. അപ്പോ അദ്ദേഹം തന്നെ പറയണ്ടേ, ഈ ബോട്ട് മത്സ്യത്തിനായിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും കരയിലെത്താൻ. എന്നിട്ട് ആ മത്സ്യം ചെറുകിട കച്ചവടക്കാരിലെത്താൻ ഒരാഴ്ചയാവും എന്നൊക്കെ പറഞ്ഞു. ഒരു 10-15 ദിവസമെങ്കിലും ആവും കടലിൽ നിന്ന് പിടിച്ച ഈ മത്സ്യം ഒരു സാധാരണക്കാരൻ്റെ കയ്യിലെത്താൻ. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് മരിച്ച് ബോഡി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു 10 ദിവസമെങ്കിലും എടുക്കും. ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് തുറന്നു നോക്കി കഴിഞ്ഞാലോ 2 മിനിറ്റ് മുമ്പ് മരിച്ച ഒരാളുടെ ബോഡി പോലെ ഇരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ സംഭവം? ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശവം കേടുവരാതിരിക്കുന്നത്. ആ ഫോർമാലിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തിൽ ഇവർ കലർത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 15 ദിവസം കഴിഞ്ഞ മീൻ ഇപ്പം പിടിച്ച മീൻ പോലെ ഇരിക്കുന്നത്. മംഗലാപുരത്തുനിന്ന് വന്ന മീനുകൾ മുഴുവനും തിരിച്ചയക്കാനുള്ള കാരണം അതെന്താണ്? മറിമായം.